കേരള സ്റ്റോറി സിനിമയുടെ പ്രദർശനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം പോകുന്നത്. കേരള സ്റ്റോറി 2 പ്രദർശനം തടസ്സപ്പെടുത്തി ഡിവൈഎഫ്ഐ. എറണാകുളം ഷേണായിസിൽ പ്രദർശനം നിർത്തിവെച്ചു. സിനിമ കാണാൻ വന്നവർ മടങ്ങി. ജിജീഷ് കരുണാകരൻ അവിടെ നിന്നും ചേരുകയാണ്. ജിജീഷ്, ഈ അസഹിഷ്ണുത കുറച്ച് ദിവസങ്ങളായി ഈ സിനിമയ്ക്കെതിരെ തുടങ്ങിയിരിക്കുന്നു. കേരള സ്റ്റോറി എന്നത് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം എന്ന വളരെ ഗൗരവമുള്ള വിഷയം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ സിനിമയുടെ 2ാം ഘട്ടം. എന്താണ് ഡിവൈഎഫ്ഐക്കാർ പറയുന്നത്? ഈ പ്രതിഷേധത്തെ തുടർന്ന് എവിടേക്കാണ് പ്രദർശനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്? ഇപ്പോൾ നടന്ന പ്രദർശനമാണ് നിർത്തിവെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. പ്രവർത്തകർ ഈ പ്രതിഷേധം പുറത്തേക്ക് ആദ്യം തിയേറ്ററിനകത്തായിരുന്നു പ്രതിഷേധിച്ചത്. തുടർന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. 11 മണിക്ക് ഇപ്പോൾ 12 മണിക്ക് നടക്കേണ്ടിയിരുന്ന ഷോയാണ് ഈ പ്രതിഷേധത്തെ തുടർന്ന് അവസാനിപ്പിക്കേണ്ടി വന്നത്. തിയേറ്റർ മാനേജർ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ആദ്യം മാധ്യമങ്ങളോട് പറഞ്ഞത് നിശ്ചിത എണ്ണം ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പ്രദർശനം നിർത്തിവെച്ചത് എന്നായിരുന്നു. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മളോടടക്കം പല ആളുകളും പ്രതികരിച്ചിരുന്നു, തിയേറ്ററിനകത്തേക്ക് കയറാൻ പറ്റുന്നില്ല, തിയേറ്ററിന്റെ അകത്തേക്ക് കയറ്റുന്നില്ല എന്ന്. ഈ കാര്യം മാനേജറോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്, ഈ ഒരു സാഹചര്യങ്ങളിൽ കൂടിയാണ് പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നത് എന്ന കാര്യം തിയേറ്റർ മാനേജർ സമ്മതിക്കുന്നുമുണ്ട്. അതായത് പ്രദർശനം നിർത്തിവെക്കുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. ഒരു സിനിമയുടെ പ്രദർശനം അവസാനിപ്പിക്കേണ്ടി വന്നു പ്രതിഷേധത്തെ തുടർന്ന്. സാധാരണ നിലയ്ക്ക് തിയേറ്ററിന് പുറത്ത് പ്രതിഷേധങ്ങൾ നടക്കാറുണ്ട്, തങ്ങളുടെ പ്രതിഷേധങ്ങൾ അറിയിച്ച് ആളുകൾ മടങ്ങാറുണ്ട്, അത് സാധാരണമാണ്. എങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സെൻസർ ബോർഡിന്റെ എല്ലാ അനുമതിയോടുകൂടി പ്രവർത്തനം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ പൂർണ്ണമായും തന്നെ നിർത്തിവെക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പ്രദർശനം സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ തോതിലുള്ള അസഹിഷ്ണുത കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഡിവൈഎഫ്ഐയും മറ്റും നടത്തുകയാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ ഈ സിനിമയുടെ ഉള്ളടക്കം എന്നത് കേരളത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ശക്തി പ്രാപിക്കുന്ന ലവ് ജിഹാദ് തന്നെയാണ്. കാരണം പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ജീവിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ നിമിഷ ഫാത്തിമയും ബെസ്റ്റി സബാസ്റ്റിനും സോണിയ സബാസ്റ്റിനും ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അത്തരം ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ലവ് ജിഹാദ് ഉള്ളടക്കമാക്കിക്കൊണ്ടിറക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ സിനിമയെ തടസ്സപ്പെടുത്തുക എന്ന് പറയുമ്പോൾ മതതീവ്രവാദികൾക്ക് കൊടപിടിക്കുക എന്നുള്ളതാണ്. ലവ് ജിഹാദിൻ്റെ ചരിത്രം എന്തുകൊണ്ട് കേരളത്തിൽ ഒരു സിനിമയായി വന്നുകൂടാ എന്ന ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ജിജീഷ് കരുണാകരൻ തുടരുകയാണ്. ജിജീഷ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് ഈ സിനിമയുടെ ഉള്ളടക്കം സംബന്ധിച്ചാണ്. കാരണം കേരളത്തിലാണ് ഏറ്റവും അധികം ലവ് ജിഹാദ് നടക്കുന്നത്. പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം ഒരു യാഥാർത്ഥ്യമാണ്. രഹന ഫാത്തിമയെ പോലെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? എന്താണ് ഈ സിനിമ തടസ്സപ്പെടുത്തുന്നതിലൂടെ ഈ ഡിവൈഎഫ്ഐക്കാരും ജിഹാദികളും ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഗൗതം, തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും ഒരു പ്രസക്തമായ ചോദ്യമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ ഒരു സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഉള്ളടക്കങ്ങൾ, ആ ഒരു യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിനെ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നത് തന്നെയാണ്. കാരണം കേരളത്തിൽ നടന്നിട്ടുള്ള, നേരത്തെ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിലായി നടന്നിട്ടുള്ള ലവ് ജിഹാദ്, മത പരിവർത്തനം, പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം അടക്കമുള്ള സംഭവങ്ങൾ ഒന്നിനൊന്നായി നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഉദാഹരണങ്ങളടക്കം അത്തരം സംഭവങ്ങൾ ഉണ്ട് എന്നിരിക്കെയാണ് ഈ തരത്തിൽ അവർ പ്രതിഷേധവുമായി ഇവിടെ എത്തിയത്. സിനിമ പൂർണ്ണമായും സംപ്രേഷണം അല്ലെങ്കിൽ സിനിമയുടെ പ്രദർശനം അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തത്. ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഈ ഒരു തിയേറ്ററിൻ്റെ പുറത്ത് ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഈ പ്രതിഷേധം ഭയന്ന്, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധങ്ങളെ ഭയന്നുകൊണ്ട് തിയേറ്റർ പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഇതിലേക്ക് ഈ ഷോയുടെ തൊട്ട് മുമ്പ് വരെ 12 മണിക്ക് തൊട്ട് മുമ്പ് വരെ ആളുകൾ ഇങ്ങോട്ടേക്ക് കയറാൻ തയ്യാറായി. സിനിമ പ്രദർശനം കാണണം, അല്ലെങ്കിൽ കേരള സ്റ്റോറി 2 കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് തങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ വന്നിരുന്നു. ആ ആളുകളെല്ലാം തന്നെ പറഞ്ഞത് ഒരു കാര്യമാണ്, തങ്ങൾക്ക് ഈ സിനിമ കാണാൻ കഴിഞ്ഞില്ല, കാണാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നത് തന്നെയാണ്. കാരണം തിയേറ്ററിനെ അല്പം മുമ്പ് മാനേജർ പറഞ്ഞിരുന്നത്, ഇവിടെ
അകത്ത് വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന ആളുകളെ മാത്രമാണ് തങ്ങൾ എണ്ണത്തിൽപ്പെടുത്തുകയുള്ളൂ എന്നാണ്. എന്നാൽ അകത്തേക്ക് വന്ന് ടിക്കറ്റ് എടുക്കാൻ പോലും കഴിയാതെ തിരിച്ചു പോകേണ്ടി വന്ന ആളുകളുണ്ട് ഈ പ്രതിഷേധത്തെ തുടർന്ന്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പ്രേക്ഷകരില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സിനിമാ പ്രദർശനം നിർത്തിവെക്കേണ്ടി വന്നത് എന്നത് ബാലിശമായ അല്ലെങ്കിൽ തെറ്റായ ഒരു വാദമാണ് എന്ന് ഒടുവിൽ തിയേറ്ററുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാം തന്നെ മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. വലിയൊരു പോലീസ് സന്നാഹം ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ പ്രദർശനം പൂർണ്ണമായും തന്നെ നിർത്തിവെക്കേണ്ടി വന്നു. കാണാൻ താല്പര്യപ്പെട്ട് വന്ന ആളുകൾക്ക് പോലും സിനിമ പ്രദർശനം കാണാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങൾ തടയും ഇത് നടത്തുകയാണെങ്കിൽ എന്ന കാര്യം തന്നെയാണ്. മറ്റു പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഇത്തരത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം തന്നെ ഈ പ്രതിഷേധം ഭയന്നുകൊണ്ട് പല ഷോകളും ആളുകൾ ഇല്ലാത്തത് കൊണ്ട്, പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട്, നിശ്ചിത എണ്ണം പ്രേക്ഷകർ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രദർശനം നിർത്തിവെക്കേണ്ടി വരുന്നു എന്ന ഒരു വിശദീകരണം നൽകിക്കൊണ്ട് പല തിയേറ്ററുകളും, അതായത് സാധാരണ തിയേറ്ററുകളിലും മൾട്ടിപ്ലക്സുകളിലും എല്ലാം തന്നെ പ്രദർശനം നിർത്തിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത് സാഹചര്യത്തിലും പ്രദർശനം നടത്താൻ അനുവദിക്കില്ല. കേരള സ്റ്റോറി 2 ജനങ്ങളിലേക്ക് എത്താൻ, അത് പ്രേക്ഷകരിലേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കില്ല എന്ന പ്രതിഷേധത്തിൻ്റെ മുൻനിരയിലുള്ളത് DYFI തന്നെയാണ്. ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. തിയേറ്ററിലേക്ക് കയറുന്ന എൻട്രൻസ് ഭാഗത്തടക്കം അവർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ആ പ്രതിഷേധത്തിന് നടത്തുന്നതും അവിടെ നിന്ന് ഇറങ്ങുന്നതുമാണ് നമ്മൾ കണ്ടത്. ആ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ അവർ പുറത്ത്, ഈ ഒരു തിയേറ്ററിൻ്റെ പുറത്ത് ഭാഗത്ത് പല ഭാഗങ്ങളിലായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു പ്രദർശനം തുടരുന്ന കാര്യത്തിൽ വലിയ തോതിൽ ഉള്ള ആശങ്കകളുണ്ട്. കാരണം ഈ സംഘർഷ സാഹചര്യമാണ് ഇത്തരത്തിൽ നിലനിൽക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും കേരള സ്റ്റോറി 2യുടെ പ്രദർശനം സുഗമമായി നടക്കാൻ സാധ്യതയില്ല. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി OTTയിൽ വരുമ്പോൾ മാത്രമാണ് ആ സിനിമ കാണാൻ കഴിയുന്നുള്ളൂ എന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരും. മുമ്പും നമുക്ക് അറിയാം, ഈ ഇടത് ജിഹാദി ഗ്രൂപ്പുകൾക്കൊന്നും തന്നെ താല്പര്യമില്ലാത്ത സിനിമകൾ അല്ലെങ്കിൽ അവരുടെ യാഥാർത്ഥ്യങ്ങൾ, കേരളവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നു എന്ന് തോന്നുമ്പോഴെല്ലാം അത് കേരളത്തിനെതിരാണ് അത്തരം സിനിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം പ്രതിഷേധത്തിൻ്റെ ഒരു മാർഗത്തിലേക്ക് എത്തിച്ച് ആ സിനിമകൾ തടസ്സപ്പെടുത്തുന്ന ഒരു നില പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ കണ്ടത് ഇവരുടെ പ്രതിഷേധത്തിൽ അതുതന്നെയാണ്. ഈ ഒരു DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് വെല്ലുവിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു കാരണവശാലും സിനിമാ പ്രദർശനം അനുവദിക്കില്ല, അങ്ങനെ വന്നു കഴിഞ്ഞാൽ കടുത്ത പ്രതിഷേധ പരിപാടികളെ നേരിടേണ്ടി വരും, കായികമായി തന്നെ നേരിടേണ്ടി വരും എന്നെല്ലാമുള്ള ഭീഷണി സ്വരം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സമരക്കാർ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ ആഗ്രഹിച്ച പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം സിനിമ കാണാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത്. പല തിയേറ്ററുകളും, പ്രത്യേകിച്ച് ഈ നഗരത്തിൽ ഈ സിനിമ പ്രദർശനം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്റർ എന്ന് പറയുന്നത് ഷെണായിസ് തന്നെയാണ്. ആ തിയേറ്ററിൽ പോലും പ്രദർശനം പൂർണ്ണമായും തന്നെ നടത്താൻ കഴിയാത്ത, വിജയകരമായി മടക്കിയെത്താം.